വെൽക്കം ടു NBC ജ്യോതിഷ്യം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മകർ രാശിക്കാരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്ന് കാണാം. കാലപുരുഷന്റെ 10ാമത് രാശിയാണ് മകരം. മകരത്തിന്റെ അധിപൻ ശനി. അപ്പം ശനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുംഭത്തിലിരിക്കുന്ന അധിപൻ ശനിയാണ്, ഇതിൽ അധിപൻ ശനിയാണ്. പക്ഷെ ഈ രണ്ട് അധിപനും ഡിഫറെന്റ്. അതായത് അധിപൻ ഒന്നായാലും മകരത്തിലിരിക്കും, അതായത് 10ാമത് വീട്ടിലിരിക്കുമ്പോൾ അതിന്റെ വർക്കിംഗ് വേറെ പോലെ ഇരിക്കും, 11ാമത് വീട്ടിലിരിക്കുമ്പോൾ അതിന്റെ വർക്കിംഗ് വേറെ പോലെ ആയിരിക്കും. അതായത് 10ാം വീട്ടിലുള്ള ശനി വർക്ക് ഹെവി ലോഡഡ് വർക്ക്. 11ാം വീട് എന്ന് പറയുമ്പോൾ അവർ ലാഭത്തിന് എന്തുണ്ടോ അത് മാത്രം നോക്കുന്നത് കാറ്റഗറി ആയിരിക്കും. അപ്പം മകരത്തിലിരിക്കുന്ന മകര രാശിക്കാരിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കേഴ്സ്, ഫുൾ ആൻഡ് ഫുൾ ഹാർഡ് വർക്കേഴ്സ്. ഇപ്പം ഒരു ഇൻഡസ്ട്രിയലിലെ ഒരു ഓണർ ആയിരുന്നാലും ഓക്കെ, അവരെ കാണാൻ ഓണർ പോലെ ഇരിക്കില്ല. അവർ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്ത ഒരു പേഴ്സൺ പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോയാൽ ഇപ്പൊ ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു പേഴ്സൺ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷൻ അറിയാൻ പറ്റില്ല. അപ്പം എന്നാൽ അവർ ഓണർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ മകര രാശിയാണെന്ന് നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എനി ടൈം അവർക്ക് ആ വർക്ക് എന്ന് പറഞ്ഞാലും അവർക്കൊരു ബേർഡൻ ആയിട്ട് അതിരിക്കില്ല. ഇപ്പൊ ചിലവർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡൻ അല്ലോ, നമ്മൾ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് മാത്രം നോക്കിയിട്ട് പോകാന്നിരിക്കും. പക്ഷെ ഇവർ മാത്രം എത്രമാത്രം നിങ്ങൾ എഫേർട്ട് കൊടുത്ത് ഒരു വർക്ക് നിങ്ങൾ കൊടുത്താൽ അത് ഇപ്പൊ ആരെങ്കിലും സബ്മിറ്റ് ചെയ്യണം, അവരെ വിശ്വസിച്ച് അവരെ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഡെപ്ത് വരയ്ക്കും പോയി അവരത് ഫിനിഷ് ഔട്ട് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കും. സം പേഴ്സൺസ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ഇങ്ങനെ മൂഡ് സ്വിംഗ് പോലെ വരുമല്ലോ, അപ്പൊ അതുപോലെ ഇരുന്നാൽ അവരത് കൊളാപ്സ് ആക്കി വെക്കും. അതും ഹാർഡ് വർക്കാണ്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് കൊളാപ്സ് ആക്കും. അപ്പൊ ഈ മൾട്ടിപ്പിൾ ക്യാരക്ടർ ഇവർ തമ്മിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ മകരം എന്ന് പറഞ്ഞാല് അവരുടെ ജനിച്ച വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ മേക്ക് ചെയ്യുന്ന ഫാമിലി ആയിരിക്കും അവരുടെ ജനിച്ച വീട്ടിൽ. എന്നാൽ ആഫ്റ്റർ മാരേജ് ഇവർ പോകുന്ന വീടാണെങ്കിൽ ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഇവർക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തൊക്കെ കിട്ടിയില്ലയോ അതൊക്കെ അവിടെ ചെന്ന് കിട്ടുന്ന പോലെ ഇരിക്കും ഇവരുടെ ലൈഫ്. ഇവരെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ക്യാരക്ടർ. ഇവർക്കെന്ന് പറഞ്ഞാൽ എമോഷണലി പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഇവരുടെ ലവ് ഒക്കെ ഒരു മനോഹരമായിട്ട് നന്നായിട്ട് ലവ് ചെയ്യും. എന്നാൽ ഈ ലവിനെ കുറിച്ച് പറയാൻ ഒരു പേടിയിരിക്കും, അത് എക്സ്പ്ലോസ് ചെയ്യാൻ ഇവർക്ക് അറിഞ്ഞൂടാ. അതായത് നമ്മളുടെ പാർട്ട്ണർ അടുത്തായാലും ശരി, അല്ല ലവർ അടുത്ത് അപ്പോനടുത്ത് എങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതിൽ ഇവർക്ക് പ്രശ്നമായിരിക്കും. അതിന്റെ കറക്റ്റായിട്ട് വേവ് ലെന്ത് ഇവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടിരിക്കും. അപ്പം ഇവരുടെ ലവിൽ തമ്മിൽ കുംഭരാശിയിൽ മീഡിയേറ്റർ ആവശ്യമില്ല, അവർക്ക് ഇന്റർഫിയർ ആയാലും പ്രശ്നം. ഇവരുടെ ലവില് ഒരാള് മീഡിയേറ്റർ ആയിട്ട് ആവശ്യമുണ്ട്. അതായത് ആരായാലും ഒരു മീഡിയേറ്റർ വേണം. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് എമോഷണൽ ഇവരുടെ ലവ് എന്ന് പറഞ്ഞാൽ ഈ കവിതകള്, ലവ് സോങ്, ഇങ്ങനെ ഒരുപാട് കണക്ഷൻ ഉള്ള ലവാണ്. പക്ഷെ ഇത് പറയുന്ന രീതിയിൽ അവർക്ക് പ്രശ്നം വരും. നമ്മൾ പറയണ്ട, ഒരു ക്ലാസ് നിൽക്കും, ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെ. അപ്പൊ ഒരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ ഇവരെന്ത് പറയുന്നു അത് അങ്ങോട്ട് തന്നെ ചേർക്കും. അപ്പം ഇതിലൊരു പ്രശ്നം വരും. എന്താന്ന് വെച്ചാൽ ആ മീഡിയേറ്റർ സംടൈംസ് പൊസസീവായ ക്യാരക്ടർ ആയെങ്കിൽ, അല്ല അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു ആദായം തേടുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ അത് എന്താവും വെച്ചാൽ അവർ ക്ലാഷ് ആകും. അപ്പം ഇവർക്ക് കിട്ടുന്ന ലവ് അവർ തട്ടിക്കൊണ്ടു പോകുന്ന ക്യാരക്ടറിലിരിക്കും. സം പേഴ്സന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ മകരത്തില് അവരുടെ ലൈഫ് തന്നെ വേറെ ആളുടെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിക്ക് വരയ്ക്ക് പോകും. ഇവര് സന്തോഷങ്ങൾ ഇവർ അടുത്ത ചുറ്റുവട്ടത്തിൽ ഉണ്ട്, എന്നാൽ ഇവർ എപ്പോഴും വിചാരിക്കും എനിക്ക് സന്തോഷമില്ല, എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, അങ്ങനെ ഇവർ വിചാരിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ മൈൻഡ് ഓഫ് തോട്ട്. അപ്പം പുറത്തല്ല സന്തോഷം, നമ്മൾ ഉള്ളത്തിലാണ് സന്തോഷം എന്ന് പറഞ്ഞ ഒരു വാക്ക് ഇവര് ഓർത്ത് ഇരുന്നാല് പ്രശ്നമില്ല. പക്ഷെ ഇവര് സന്തോഷത്തിന് ഇങ്ങനെ പുറത്ത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. റിയൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. എപ്പോഴും ജോബ്, എനി ടൈം ജോബ്, സൺഡേ ആയാലും വർക്ക്, അങ്ങനെ ഇരിക്കാതെ കുറച്ച് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെ ഇരുന്നാൽ ഓക്കെ ബെറ്റർ. ഇവർ എപ്പോഴും സെപ്പറേഷൻ ആയിട്ടിരിക്കാൻ, അതായത് ഒരു ലോൺലിനായിട്ട് എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു മെന്റാലിറ്റിക്ക് ഇവർ പോകും. അപ്പോൾ ആ മെന്റാലിറ്റി ഒന്നും ഇല്ലാതെ ഇവർ എപ്പോഴും ഇല്ലാതെ ഇരിക്കുവാണെങ്കിൽ ബെറ്റർ. ഇവരുടെ കുട്ടിക്കാലത്തിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ ഇവർക്കിരിക്കും. എന്ത് ഇവർ ചെയ്താലും ഞങ്ങൾ ഇങ്ങനെയാ വളർന്നത്, ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാ, ഇപ്പോഴത്തെ എന്ത് പറഞ്ഞാലും അതിലൊരു ഹിസ്റ്ററിക്കലായിട്ട് പറയും. അതായത് ഇപ്പം ഒരു കാര്യം ഒരു കുഞ്ഞിനടുത്ത് അഡ്വൈസ് കൊടുക്കാൻ പോകുന്നെങ്കിലും ആ അഡ്വൈസിന്റെ ഒരു ഹിസ്റ്ററി ഇരിക്കും. അതായത് ഇങ്ങനെയാണ്, ഇതിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്, എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഇവരുടെ ലവ് ലൈഫ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ എമോഷണൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ എമോഷണൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ ഒരു പാർട്ട്ണർ ഇവർക്ക് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല.
ഇപ്പൊ വായ തുറന്ന് സംസാരിച്ച് പറഞ്ഞാലും ഓക്കെ ആണ്. പക്ഷെ പാർട്ട്ണർ തമ്മിൽ ഡിഫറെന്റ് കാറ്റഗറി വന്നാല് അപ്പോനന്റ് വിചാരിക്കും നീ പറ എന്ത് പറഞ്ഞൂടെ നിനക്കെന്ന്. ഇവർ പറയും ഞാൻ പറഞ്ഞാണോ നിങ്ങൾ അറിയേണ്ടത്. ഇങ്ങനത്തെ പോലെ ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ കാണാൻ പറ്റും. അപ്പം ഇവരുടെ പ്രധാനം എന്ന് പറഞ്ഞാൽ വർക്ക്. അതായത് ഇത് 10ാം വീട് എന്ന് പറഞ്ഞാൽ ഈ കർമ്മ, അതായത് മറ്റുള്ളവർക്ക് കർമ്മ കിട്ടിയില്ലെങ്കിലും ഇവർക്ക് അവർ ചെയ്യുന്ന ഇപ്പം പോയ ജന്മത്തില് എന്താണോ അതിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഈ ജന്മത്തിൽ കിട്ടുന്ന ഒരേ രാശി ഈ മകർ രാശിയാണ്. അതായത് രാഹു അഥർവണ വേദത്തെ വെച്ചിരിക്കുന്നത് ഈ രാശിയിലാണ്. അപ്പം ഇവർക്കെന്ന് പറഞ്ഞാല് മറ്റുള്ളവര് ഈ ബ്ലാക്ക് മാജിക്കല്, ഈ ഇപ്പൊ ഒരു പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നതൊക്കെ വർക്കൗട്ട് ആയില്ലെങ്കിലും ഈ മകർ രാശിക്ക് മാത്രം ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആപ്റ്റ് ആകും. അപ്പൊ ഒരു വിഷയം ഇവർക്ക് നേടണമെങ്കിലും ഇവർക്ക് ഇപ്പം ചില ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഒരു സ്ഥലത്തിൽ പോവാം, ഒരു പ്രെയർ ആയാലും ഓക്കെ, അവിടെ നിന്ന് ഒരു കയറൊക്കെ കെട്ടുവാണെങ്കിൽ ഇവർക്ക് അത് വർക്കൗട്ട് ആകും, ഇവരുടെ ലൈഫിൽ അത് ആപ്റ്റ് ആകും. പക്ഷെ ഇതേപോലെ വേറെ ഉള്ള രാശിക്കാരിൽ ഇത് ചെയ്യാൻ പോയാൽ അവർക്ക് അത് പ്രശ്നമാകും. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ ഇവരുടെ ജോബ് എന്നൊക്കെ പറഞ്ഞാല് ഇവർ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ, പിന്നെ ഓഡിറ്റിങ്, പിന്നെ ടീച്ചേഴ്സ്, പിന്നെ ഈ ബ്യൂട്ടി പാർലറിൽ ജോബ് ചെയ്യുന്നത്, പിന്നെ ചില ആൾക്കാർ സിനി ഇൻഡസ്ട്രിയിലും കാണും. എവിടെ ആയാലും ഇവർ ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പ്രധാനം. അതായത് കർമ്മ പിടിച്ച രാശി പിന്നെ ഹാർഡ് വർക്ക് രാശിയാണ് നമ്മൾ ഇതിലെ പ്രയോറിറ്റി ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ചില ആൾക്കാരെ ഇപ്പൊ ഒരു കൂട്ടത്തിൽ നിൽക്കുവാണെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കും. അപ്പം നീ മാത്രം എന്താ സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ ഇവരെ സന്തോഷം ഇവരിങ്ങനെ പുറത്തോട്ട് തേടുന്നതുകൊണ്ട് ഇവർക്ക് സന്തോഷം കിട്ടില്ല. അപ്പൊ പറഞ്ഞു എന്താ നിന്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ ചനി പിടിച്ച പോലെ നീ ഫേസ് വെക്കല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ മകർ രാശിക്കാരിലാണ്. അപ്പം ഇതില് പറയാൻ വരുന്ന ഇവർക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിക് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതായത് ഈ ഗോസിപ്പ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇതിലുണ്ട്. ഇവർ പറയുന്ന വാക്കുകൾ ഒരു കുത്തലായിട്ടിരിക്കും, മറ്റുള്ളവരെ അത് ഹേർട്ടിങ് ആക്കും. അതായത് ഇവർ എപ്പോഴും മറ്റുള്ളവരെ അധികം നോക്കും. അതായത് അവിടെ ഇപ്പൊ ഒരാള് ഡിസൈൻ ഇത് ചെയ്തിട്ട് ഒരു പേട്ടൺ ചെയ്യുവാണെങ്കിൽ ഇവർ പെട്ടെന്ന് നമ്മൾ അതിലൊരു സ്കിപ്പ് ചെയ്യും. ഒരു സ്റ്റേബിൾ ആയിട്ട് ഇവർ നിൽക്കത്തില്ല. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, നമ്മളിത് ജോബ് ചെയ്യുന്നു എന്ന് നിൽക്കത്തില്ല. ഇങ്ങനെ സ്കിപ്പായി ഇവരുടെ മനം എന്ന് പറഞ്ഞാൽ അടക്കി നിർത്താൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺസ് ഒക്കെ എങ്ങനെ വെച്ചാൽ ഇപ്പൊ ഒരു ഷെയർ ഒരിടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത്തിരി ലാഭം കിട്ടിയാൽ ഇത് കൊണ്ട് വലിയ ഇടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം വെച്ചാൽ വേറൊരു ഇടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഇവർ എന്ത് വിചാരിക്കുന്ന വെച്ചാൽ ഇതിൽ ഡബിൾ ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് അത് ചെയ്യും. പക്ഷെ അവരുടെ നേരത്തില് അത് ആ ഷെയർ മാർക്കറ്റിൽ ഇടുന്ന സമയം കൊണ്ട് അത് ഫ്ലോപ്പ് ആവും. അപ്പം ഈ മകർ രാശിക്ക് ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഇവർ ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ അതിൽ ഫ്ലോലെസ് ആയിട്ട് അത് മാത്രം ഫോക്കസ്ഡ് ചെയ്ത് പോവാം. ഇവർ മാത്രം സ്കിപ്പ് ചെയ്യരുത്. എന്താന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്താൽ ഇവർക്ക് ഇതും പോവും അതും പോവും. ഈ 2 കാല് വെക്കുന്ന പോലെയാണ് ഇവരുടെ ജീവിതമായിരിക്കും. അപ്പം ഇവർക്ക് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇവർ ബിസിനസ്സും മാക്സിമം ചേഞ്ച് ചെയ്യരുത്. ഒന്നിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് ഒരു റവന്യൂ വരുവാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മാക്സിമം നോക്കണം. ഇല്ലാന്ന് വെച്ചാൽ ഇവർക്ക് ആ സമയം കൃത്യമായിട്ട് ആ സമയമൊക്കെ നോക്കി ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പേഴ്സൺ ആരാന്ന് വെച്ചാൽ ഈ മകർ രാശിക്കാരിലാണ്. അപ്പം നിങ്ങൾ അയൽവക്കത്തുകാർ മകർ രാശി ആണെങ്കിലും അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഇങ്ങനെ മകർ രാശി ആണെങ്കിലും ഈ ക്യാരക്ടേഴ്സ് അവരുടെ അടുത്ത് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യണം.